അനുനയ ശ്രമങ്ങൾ അവസാനിപ്പിച്ച് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ശശി തരൂർ. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമെന്ന് ശശി തരൂർ തുറന്നടിക്കുകയാണ്. നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കും. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രധാന നേതാവിന്റെ അഭാവമുണ്ട്. കോൺഗ്രസിന് തന്നെ ആവശ്യമില്ലെങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ടെന്നും തരൂർ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. എന്നാൽ കേരളത്തിൽ കോൺഗ്രസിന് നേതൃക്ഷാമമില്ല, പലരും അതിന് യോഗ്യരാണെന്നും തന്നെ പോലുള്ള ചെറിയ ചെറിയ ആളുകൾ ഇവിടെ ഉണ്ടെന്നും കെ മുരളീധരൻ പരിഹസിച്ചു. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപാണ് തരൂർ അഭിമുഖം നൽകിയത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരാണ്. ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ഇപ്പോൾ പാർലമെൻറ്റിലെ ഡിബേറ്റുകളിലൊക്കെ കുറേ കൂടെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പാർട്ടി പ്രയോജനപ്പെടുത്തണം. നാഷണൽ പൊളിറ്റിക്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടുതൽ കഴിയുക. ഇവിടെ ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ പോരെ. രാഹുൽ ഗാന്ധി കണ്ടതിന് ശേഷമുള്ള അദ്ദേഹം കാണുന്നതിന് മുമ്പാണ് ഈ പ്രതികരണം ഉണ്ടായത്. ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. പി ആർ സുനിൽ ഡൽഹിയിൽ നിന്ന്, ആർ റോഷിബാൾ തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം സുനിലേക്ക്. സുനിൽ, ഈ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ നേരത്തെ നൽകിയ ലേഖനത്തിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അതിൽ നിന്നും ഒരു പടി കൂടി കടക്കുകയാണോ പുതിയ ലേഖനത്തിൽ? രാഹുലുമായുള്ള കൂടിക്കാഴ്ച, സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നൽകിയ ലേഖനം തന്നെയാണോ ഇത്? എന്താണ് നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നത്? സ്മൃതി, എന്തായാലും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിലപാട് കടുപ്പിച്ച് ഈ ലേഖനം ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിലപാട് കടുപ്പിച്ച് തന്നെയാണ് ശശി തരൂർ മുന്നോട്ട് പോകുന്നത്. പാർട്ടിയിൽ തൻ്റെ റോൾ എന്താണെന്ന് വ്യക്തമാക്കണം. പാർട്ടിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ, AICCക്ക് തന്നെ വേണ്ട എങ്കിൽ തനിക്ക് വേറെ പണിയുണ്ട് എന്ന് തന്നെയാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. താൻ തൻ്റെ ജോലികളിലേക്ക് മടങ്ങും എന്ന് ശശി തരൂർ പറയുന്നപ്പോൾ തനിക്ക് എന്താണ് കോൺഗ്രസിൽ ചെയ്യാനുള്ളത്, കോൺഗ്രസിൽ തൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന് ശശി തരൂർ നേതൃത്വത്തോടെ ചോദിക്കുകയാണ്. നേരത്തെ കപിൽ സിബൽ ചോദിച്ച പോലെ, ഗുലാം നബി ആസാദ് ചോദിച്ച പോലെ, അമരീന്ദർ സിംഗ് ചോദിച്ച പോലെ, ജ്യോതിരാദിത്യ സിന്ധ്യ ചോദിച്ചതുപോലെ പാർട്ടിയിൽ ഒരു കലാപം തന്നെ ശശി തരൂർ ഈ ചോദ്യങ്ങളിലൂടെ ഉയർത്തിയിരിക്കുകയാണ്. വലിയ പൊട്ടിത്തെറിയിലേക്ക് ശശി തരൂരിന്റെ നിലപാട് പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെയാണ് കേരളത്തിൽ നേതൃത്വമില്ല എന്ന ശശി തരൂരിന്റെ വിമർശനം. കേരളത്തിൽ നേതൃനിരയിലേക്ക് ഉയർന്നു വരാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നു. കേരളത്തിൽ നടത്തിയ സർവേയിൽ അങ്ങനെയാണ് വെളിപ്പെട്ടത്. പക്ഷേ പാർട്ടി അത് ഉപയോഗപ്പെടുത്തുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന പരാതി കൂടി ശശി തരൂർ ഉയർത്തുകയാണ്. അപ്പോൾ താൻ എന്തിന് കോൺഗ്രസിൽ നിൽക്കണം എന്നത് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കണം. അതല്ല എങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്ന വ്യക്തമായ സൂചന ശശി തരൂർ മുന്നോട്ട് വെക്കുകയാണ്. ഏതായാലും മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നുവെന്ന് ശശി തരൂർ പറയുന്നില്ല. പക്ഷേ നമുക്കറിയാം, കോൺഗ്രസ് വിട്ട് ശശി തരൂർ പുറത്തു വരികയാണെങ്കിൽ ശശി തരൂരിനെ സ്വീകരിക്കാൻ BJPയും കേരളത്തിൽ LDFും ഒക്കെ തന്നെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ വരികയാണെങ്കിൽ BJPക്ക് ശശി തരൂരിൽ വലിയ താല്പര്യമുണ്ട്. ശശി തരൂരിനെ അടർത്തിയെടുക്കാൻ BJP നേരത്തെയും വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ശശി തരൂരുമായി ഇക്കാര്യത്തിൽ ചർച്ചകളൊക്കെ തന്നെ BJP നടത്തിയതാണ്. ഒരുപക്ഷെ കോൺഗ്രസ് വിട്ട് ശശി തരൂർ പോവുകയാണെങ്കിൽ വലിയ പദവികൾ BJPയിൽ ശശി തരൂരിനെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ആ ഒരു നീക്കത്തിലേക്ക് ശശി തരൂർ പോകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതല്ല, ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അതൃപ്തി പരിഹരിക്കാൻ AICC നേതൃത്വം എന്ത് തീരുമാനമെടുക്കും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ശശി തരൂർ ചോദിച്ച ചോദ്യങ്ങൾ തനിക്ക് AICCയിൽ എന്താണ് ചെയ്യാനുള്ളത് എന്ന് വ്യക്തമാക്കണം എന്നതായിരുന്നു ശശി തരൂരിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ചുമതലയുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒഴിവാക്കി. യുവാക്കളുടെ ചുമതല നൽകും എന്നറിയിച്ചു, അത് നൽകിയില്ല. പിന്നീട് വിദ്യാർത്ഥികളുടെ ചുമതല നൽകണമെന്ന് ആവശ്യപ്പെട്ടു, അതും നൽകിയില്ല. അങ്ങനെ പാർട്ടിയിൽ തനിക്ക് ഒരു ചുമതലയും നൽകാതെ തന്നെ ഒഴിവാക്കി നിർത്തുകയാണ്, തഴയുകയാണ് എന്നാണ് ശശി തരൂരിന്റെ പരാതി. ഏതായാലും ആ നിലപാടിൽ നിന്ന് കുറച്ചുകൂടി നിലപാട് കടുപ്പിച്ചിപ്പോൾ ശശി തരൂർ രംഗത്ത് വന്നിരിക്കുകയാണ്.